ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇൻട്രോ എടുക്കുന്നത് കാറിലിരുന്നിട്ടാണ്. നമ്മുടെ കുഞ്ഞു ബേബിക്ക് ആദൂട്ടനും 2.5 മാസത്തെ വാക്സിൻ എടുക്കാനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പീലിക്കുട്ടിയെ കൊണ്ടുവന്ന് സ്കൂളിലാക്കിയിട്ടുണ്ട്. മോളെ മുടി നേരെ ചേർത്തത് ടാറ്റാ പോയിട്ടോ. ആ പ്ലേ ഗ്രൂപ്പായിരുന്നു. ആരൂസിനെ നേരത്തെ തന്നെ നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പീലിക്കുട്ടി ആക്കിയിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ആദ്യമോനും ലക്കിമോളും തമ്മിൽ 5 ദിവസത്തെ വ്യത്യാസമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മോനും കൂടെ വാക്സിൻ എടുക്കാമെന്നുള്ള ഇതിനാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയി ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ എന്താണ് പറയുന്നത് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. നമ്മൾ തൈക്കാട് ഹോസ്പിറ്റലിലാണ് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ അമ്മ രാവിലെ തന്നെ എത്തി OP ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അമ്മയുടെ കയ്യിൽ നിന്ന് OP ടിക്കറ്റ് വാങ്ങി ഡോക്ടറെ കാണിച്ചിട്ട് വന്നാൽ മതി. ഹോസ്പിറ്റലിനകത്ത് വാക്സിൻ എടുക്കാൻ പോയപ്പോഴത്തേക്കും ഒരാളെ കയറ്റി വിടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും മാത്രമേ വാക്സിൻ എടുക്കുന്ന സ്ഥലത്തോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനും കുഞ്ഞു ബേബിയായിട്ടാണ് പോയത്. പക്ഷേ നമ്മുടെ ആദൂട്ടിന് വാക്സിൻ എടുക്കാൻ ഇന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവർ പുറത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതുമാത്രമല്ല, അത് അലൗഡ് അല്ലെന്നാണ് തോന്നുന്നത്. ഹോസ്പിറ്റലിൽ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ അലൗഡ് അല്ലെന്ന് തോന്നുന്നു. വാക്സിൻ എടുത്ത ടൈമിൽ ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ പിന്നെ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം അവിടെ ഇരുന്നൊന്നുമില്ല. വൈറ്റമിൻ്റെ മെഡിസിൻ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു വാക്സിനേഷൻ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ വീഡിയോസ് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.